പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസമാകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തുമായിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some Holy Priesthood. I bless and hallow you. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെട്ടൊരു വാക്ക് എന്നാണ് സന്ദർശനത്തിൻ്റെ സമയം എന്ന് പറയും. കർത്താവ് ഓശാന പാടി എതിരേറ്റ് വിജയശ്രീലാളിതനായിട്ട് ജെറുസലേമിലേക്ക് രാജ്യക്ക് പ്രവേശനം നൽകി കഴിഞ്ഞതിന് ശേഷം ആൻറ്റി ക്ലൈമാക്സ് അടിക്കും. എന്താണ്? വാവിട്ട് കരയും. ഭയങ്കര രസമല്ലേ അത്? അതായത് ജനലക്ഷങ്ങൾ അകമ്പടിയോടുകൂടി ജനങ്ങളുടെ കൂടെ പട്ടണത്തിൽ പ്രവേശിച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചെന്ന് പറയുന്നതിന് പകരം ബൈബിൾ പറയും അവൻ പൊട്ടിക്കരഞ്ഞെന്ന് പറയും. എന്താ കാര്യം? ഒറ്റ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്. ഒറ്റ കാര്യം എന്താണത്? സന്ദർശനത്തിൻ്റെ സമയം അറിഞ്ഞില്ലെന്ന്. ലൂക്ക 19:42 സമാധാനത്തിനുള്ള മാർഗങ്ങൾ, സമാധാനത്തിന്റെ മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ
അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കണെന്ന്. ഇപ്പൊ സമാധാനത്തിന്റെ മാർഗം എന്താ ശരിക്കും പറഞ്ഞ? അനുതാപത്തിന്റെ മാർഗങ്ങളാണ്. സമാധാനത്തിന് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിളിൽ സമാധാനം വരണത് അനുതാപത്തിലൂടെയാണ്. ദൈവമായിട്ട് നമ്മൾ നിരപ്പാകണത് അനുതാപത്തിലൂടെയാണ്. അപ്പൊ അനുതാപത്തിലുള്ള മാർഗങ്ങള് നിന്റെ മുമ്പിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. ചില ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് അറിയാം, ഉള്ള പോക്കൃത്തരങ്ങളെല്ലാം ജീവിതത്തിൽ കാണിക്കും. എന്നിട്ടും മറ്റുള്ളവർ പറയും ഇത് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. എന്നിട്ട് പറയും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട്. പിന്നെ ദൈവത്തെക്കുറിച്ച് തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കൈയിരിപ്പ് മുഴുവനും ഒന്നെങ്കിൽ ടാക്സ് വെട്ടിപ്പ്, അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കാനുള്ള വസ്തു കൊടുക്കാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദൈവത്തെ ഇറക്കാത്ത എന്തെങ്കിലും ജീവിത രീതികൾ. പക്ഷെ നമ്മൾ പറയും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നിട്ട് നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കും. വിഡ്ഢികളുടെ സ്വർഗത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പം എന്താ സംഭവം എന്ന് പറയുന്നത്, ഇവർക്ക് അനുതാപം കൊടുക്കത്തില്ല ഒരിക്കലും. അനുതാപത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കാര്യം എന്തല്ല, അവർ ഓക്കെയാണെന്ന് അവർ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ഓക്കെയാണെന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ മൊത്തം അവരെ ബ്രാൻഡ് ചെയ്യും. കാര്യം അങ്ങനെ അവരാരും സമ്മതിക്കത്തില്ല. കുടുംബത്തോടെ തന്നെ പാപത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം എന്താ വെച്ചാൽ അവർ അതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ, അവരുടെ പാപങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുക അവരൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം കൂടി ഒരു കൈയാട്ട് നിന്നുകൊണ്ട് തിന്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം അവർക്ക് അനുതാപം കൊടുക്കത്തില്ല. അതാണ് പറഞ്ഞത് മറച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ. മത്തായി 7:6 വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. വിശുദ്ധമായ നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിരിപ്പ്. എന്താണ്? നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. ഇതന്നെ ദൈവത്തിൻ്റെ മനസ്സിരിപ്പ്. അതുകൊണ്ട് ഇതുപോലെയാണ് ദൈവം അതുപോലെ ചെയ്യണത്. ദൈവം ചെയ്യണതാണ് നമ്മളോട് പറയണത്. ദൈവം എന്താ ചെയ്യണത്? ചെറിയ അണ്ണന്മാർക്ക് മുത്തുകൾ കൊടുക്കത്തില്ല. എന്താണ്? അനുതാപം കൊടുക്കത്തില്ല. പന്നിയാണെന്ന് എഴുതിയറിയാം. പന്നീനെ എന്തിനാണ് നമ്മൾ വളർത്തുന്നത്? വെട്ടാൻ നിർത്തിയിരിക്കുന്ന സാധനമാണ്. വെട്ടാൻ നിർത്തിയിരിക്കുന്ന സാധനത്തിന് അനുതാപം കൊടുക്കത്തില്ല. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാ? എല്ലാ പുരോഗതി കാണിച്ചിട്ട് പിന്നെ ഒരു പള്ളിയെ എന്താ അത് ചവിട്ടി മെതിക്കുകയും എന്നാ പറഞ്ഞു. നീ എന്താ ചെയ്യണേ? അവ അത് ചവിട്ടി നശിപ്പിക്കുകയും അനുതാപത്തെ കുറിച്ച് പറയുമ്പോ നമ്മളെ ചവിട്ടാൻ വരും. തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. പറയുന്നവനെ പറഞ്ഞതിനെ ആക്ഷേപിച്ച് കളയും. അയാളെ പന്നിയുടെ സ്വഭാവം. പിന്നെ അയാളിപ്പോൾ പഠിക്കാൻ വന്ന് അയാൾ അപ്പനെങ്ങനെയെന്ന് എനിക്കറിയാമെന്ന് പറയും. ഇതാണ് സംഭവം. ആ പറയുന്നതിനെ ആക്ഷേപിക്കാൻ വരും. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉള്ളതാണ്. പക്ഷേ ദൈവസ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളെ ആക്രമിച്ചാലും ശരി, പറയാനുള്ളത് നമ്മൾ പറയും. എന്താ കാര്യം? നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് പറയണത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയുടെ സമയം ഒന്ന് ചെലവഴിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ
പണ്ട് എനിക്കൊരു സ്ഥലത്ത് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. അത് എൻ്റെ സ്വന്തം നാട് തന്നെയായിരുന്നു. പക്ഷേ എനിക്കവിടെ പോകാൻ ഭയങ്കര പാടായിരുന്നു. കാര്യം അവിടെ അന്ന് തന്നെ കള്ളവാറ്റുകാരുടെ കേസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. 28 കള്ളവാറ്റുകാരുണ്ട് അവിടെ. ഇന്നിപ്പോൾ കള്ളവാറ്റുകാർ കുറവല്ലേ, അന്ന് 28. പിന്നെ നമ്പർ ഷാപ്പുകളെല്ലാം കൂടി 4 പിന്നെ 8. ആ ഇടവക മൊത്തം മദ്യശാലയാണ്. ഇത് അവരുടെ മദ്യപന്മാരുടെയും മദ്യവിൽപ്പനക്കാരുടെയും ഒരു കേന്ദ്രമാണത്. പള്ളിയുമായിട്ട് ഇവർ ഭയങ്കര ബോൾത്തായും കേസൊക്കെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്ന കേസിൽ പള്ളി തന്നെ ഇവർക്ക് പൈസയൊക്കെ കൊടുക്കേണ്ടി വന്നു. അവരുടെ വീടിന് കല്ലെറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസൊക്കെ ഉണ്ടാക്കി ആകെപ്പാട് ഒരു തലവേദന പിടിച്ച്. അപ്പോൾ അങ്ങനെ സ്ഥലത്തേക്ക് പോകാൻ ട്രാൻസ്ഫർ ആയപ്പോൾ എനിക്ക് സംഘർഷമായിപ്പോയി. ഞാൻ പോകേണ്ടത് എങ്ങനെയാണ് മെത്താനോട് പറയണത്? കാര്യം ഞാൻ അച്ഛനായ കാലത്ത് തന്നെ മെത്താൻ്റെ മോതിരം മുത്തിയിട്ട് ഞാനെടുത്ത ഒരു മനസ്സെടുത്ത പ്രതിജ്ഞ പറയണ സ്ഥലത്ത് പോകുന്ന, അത് ഡീക്കനായ സമയത്ത് എടുത്തതാണ്. ഞാനന്ന് ഈശ്വരനോട് പറഞ്ഞത് ഏത് ബെയ്റൂട്ടിൽ വേണമെങ്കിലും പോകുന്ന പറഞ്ഞാൽ. അന്ന് ബെയ്റൂട്ടായിരുന്നു പ്രശ്നം. ഇതിപ്പോൾ ഗാസ പ്രശ്നമുള്ള പോലെ അന്നത്തെ കാലത്ത് ഞാൻ പട്ടം മേടിക്കുന്ന കാലത്ത് 85 ബെയ്റൂട്ടായിരുന്നു പ്രശ്നം. ഭീകരവാദികൾ ബെയ്റൂട്ട് വളഞ്ഞ് എപ്പോഴും യുദ്ധമായിരുന്നു അവിടെ. അപ്പോൾ അത് പറഞ്ഞ കാരണം എനിക്ക് തിരിച്ച് പറയാൻ ഓപ്ഷനില്ല, പറയാനില്ല. പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ, പോയാൽ ഞാൻ പണി മേടിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്നെ ചെയ്ത് കുർബാനയും കഴിയുമ്പോൾ പള്ളിയുടെ പുറകിലൊരു വാഴത്തോട്ടമുണ്ട്, അവിടെ വന്ന് കുത്തിയിരിക്കും. അവിടെ കുറേ ബാത്റൂം കെട്ടിയിട്ടുണ്ട്. ഭയങ്കര മണമാണ് അവിടെ, വേറെ സ്ഥലമില്ല. കാര്യം എന്നെ കണ്ട ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരും. പക്ഷേ എൻ്റെ അവസ്ഥ ആൾക്കാർക്കറിയാമോ? അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ ജപമാലയും കൊണ്ടുപോയി ഈ വാഴത്തോട്ടത്തിൽ ആ ബാത്റൂംസിൻ്റെ അവിടെ ഇരിക്കും. ഇവിടെ ഉച്ച വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് ഊണും കഴിച്ചു വന്ന് പിന്നെ അവിടെ ഇരിക്കും. അങ്ങനെ ഞാൻ കൊണ്ട് 13 ദിവസം അവർ ഇരുന്ന് 13 ദിവസം ഇരുന്നിട്ടപ്പോൾ എന്നാ പറ്റുമെന്നറിയോ? എനിക്ക് എന്തെന്നില്ലാത്ത ഒരു പവറടിച്ച്. ഞാൻ പേടിച്ചിട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന രീതിയിലായി. എൻ്റെ ആന്തരിക മനസ്സ് ചേഞ്ച് ചെയ്ത്. ഇതിനാ ഇന്നർ ഹീലിംഗ് ഇന്നർ അനോയിൻറ്റിങ് എന്ന് പറയുന്നത് ഇതാണ്. പ്രശ്നങ്ങളല്ല പ്രശ്നം അഭിമുഖീകരിക്കാൻ നമ്മളാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നമ്മളുടെ ഈ ജീവിതത്തിൽ പ്രാർത്ഥന ഇപ്പം ഈ വോക്കൽ പ്രെയറിന് ഒരു എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണത്? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കണത്? പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ അഭിഷേകം കിട്ടാനാണെന്ന് എൻ്റെ ഉത്തരം. ചില പറയില്ലേ, ഇപ്പം ചില സഹോദരർ പറയും ഈ നന്മ പറഞ്ഞോടെ തന്നെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണേ എന്തിനാണ് ചെയ്യുന്നത്? അത് വെച്ചിട്ടല്ല നമ്മൾ അഖണ്ഡ ജപമാല തുടങ്ങിയത്. അഖണ്ഡ ജപമാല ഞാൻ എൻ്റെ ജീവിതത്തിൽ ജപമാല എനിക്ക് തന്ന അനുഭവം കൊണ്ടാണ് പിന്നീട് ജപമാല കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അത് തന്നെ 93 അനുഭവം. ഞാനിവിടെ 2002 ഇവിടെ ആ അനുഭവം ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് അഖണ്ഡ ജപമാല ആരംഭിച്ചത്. അഖണ്ഡ ജപമാല 1 കൊല്ലം മുഴുവൻ നടത്തി. രാത്രിയും പകലും നടത്തിയപ്പോഴാണ് 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ പ്രത്യക്ഷീകരണമെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയിൽ പ്രത്യക്ഷപ്പെടുകയല്ല ശരിക്കും ചെയ്യണത്, പ്രത്യക്ഷപ്പെടുത്തുകയാണ് ചെയ്യണത്. എപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ ഉദാഹരണത്തിന് അത് വായിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം. ഞാൻ ഇന്നർ ഹീലിംഗ് ഇന്നർ അനോയിന്റിംഗ് എന്ന് പറയണത് എന്താണ്? ഈ പ്രാർത്ഥിക്കുമ്പോൾ 2 സംഭവിക്കും. എന്താണ്? ആ വചനം ഏതാണ്? നമ്പർ എത്രയാണ്?
10:38. 10:38 ഒന്നിനു വായിച്ചേ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. അപ്പൊ ഇന്നർ അനോയിന്റിംഗ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് ശക്തിയല്ല, അത് പ്രാർത്ഥനയെ കിട്ടണതാ. ഇപ്പൊ നമ്മൾ ഒരു കൊല്ലം മുഴുവനും ഇവിടെ അഖണ്ഡ ജപമാല ചൊല്ലി, രാത്രിയും പകലും അണമുറിയാതെ ചൊല്ലി. അപ്പോൾ എന്ത് പറ്റി? നമുക്ക് പരിശുദ്ധാത്മാവും കിട്ടി, ശക്തിയും കിട്ടി. അതിൻ്റെ ഫലമായിട്ടാണ് ആ അഖണ്ഡ ജപമാല കഴിഞ്ഞ് അത് ഒക്ടോബർ മാസം കഴിയുമ്പോൾ ഡിസംബർ മാസത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൃപാസക്തി വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ഒത്തിരിയേറെ ഇത് ലൈറ്റ് വെയ്റ്റാണ്. കൃപാസനം ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഗുണം ഉടമ്പടി എന്ന് പറയുന്നത് ഫെദർ ടച്ച് ലൈറ്റ് വെയ്റ്റാണ്. പവർ സ്റ്റിയറിംഗ് എന്നൊക്കെ പറയത്തില്ലേ, പവർ ആൻഡ് സ്റ്റിയറിങ്, മെക്കാനിക്കൽ സ്റ്റിയറിംഗ് അല്ല. അതിന് ഒത്തിരിയേറെ കഷ്ടപ്പാടാണ്. ഉള്ള മസിലെല്ലാം പൊടിഞ്ഞ് വേർത്ത് പൊടിഞ്ഞ് ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. എന്താ കാര്യം? ഇതിങ്ങനെ ഒരു ഫെദർ ടച്ച് കൊണ്ട് വർക്ക് ചെയ്യും. കാര്യം ഉടമ്പടിയുടെ വരുന്നൊരു വിഷയം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, അതിൻ്റെ അടയാളങ്ങൾ കാണിക്കാൻ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ കൃപാസത്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് സ്ഥിരീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യത്തെക്കാൾ ഉപരി. കാര്യം സമയഘടികാരമല്ലേ നെഞ്ചിൽ ചാർത്തിരിക്കണത്. അതിൽ ലൂർദ് പോലെയും ഫാത്തിമ പോലെയും നിസ്സാരമായ കാര്യങ്ങളല്ലത്. സമയഘടികാരമാണ് നെഞ്ചിൽ ചാർത്തിരിക്കണത്. പിന്നെ സിൽവർ ഗ്രേയിലാണ് കാണപ്പെടുന്നത്. പറഞ്ഞിരിക്കുന്നത് ദുരന്തമുണ്ടാകാൻ പോണ അന്ത്യകാലത്തിൻ്റെ നിറങ്ങളും അന്ത്യകാലത്തിൻ്റെ സന്ദേശമാണ്. ഇത് ലോകം മുഴുവൻ എത്തണമെന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അടയാളം കിട്ടണം. അടയാളം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവുള്ള ആൾക്കാർ അവലംബം ചെയ്യണം ഇവിടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് നിങ്ങളുടെ ജപ്തി മാറ്റുക, നിങ്ങളുടെ ക്യാൻസർ മാറ്റുക, നിങ്ങളെ പച്ചപിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം പോലെ തന്നെ ആരുടെ ആവശ്യമാണ്? ദൈവത്തിൻ്റെ ആവശ്യമാണ്. കാര്യം കൃപാസനത്തിൽ ഇപ്പം നിങ്ങളുടെ മറ്റൊരു തരത്തിലുള്ള ധ്യാനം കൂടുന്ന പോലെ അല്ല പ്രശ്നം. ധ്യാനത്തിൻ്റെ ചുറ്റവട്ടങ്ങൾ ഒക്കണ പോലല്ല ഇത് അല്പം ശരിയായ ബാക്കി ദൈവം ശരിയാക്കും. അതാണ് വിഷയം. അതുകൊണ്ടാണ് പറയുന്നത്. അത് ഇപ്പോഴല്ല, പണ്ടും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അല്പം നമ്മൾ ശരിയായ ബാക്കി ദൈവം ശരിയാക്കുക. കാര്യം ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണിത്. പ്രത്യക്ഷീകരണം സഭയെ കൊണ്ട് അംഗീകരിച്ചിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് ദൈവ മെസ്സേജ് ഗ്ലോബലായിട്ട് കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതിന് ദൈവം നമ്മളെ കരുവാക്കും. അപ്പം നിങ്ങൾ ബുദ്ധിയുള്ളവർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? കർത്താവേ, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണമെന്നല്ല പറയേണ്ടത്. കർത്താവേ, എന്നെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണേ. ഒന്ന് പറഞ്ഞേ, നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ, കർത്താവേ, എൻ്റെ കണ്ണീരിന് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് എന്നെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ അമ്മയുടെ പ്രതിഷീരണത്തിന്റെ സാക്ഷികളാക്കി കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നടപടി പുസ്തകം 10:41 വായിച്ചേ.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:40-41. അപ്പോസ്തല പ്രവർത്തനം 10:40-41. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അപ്പൊ 2-3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉള്ളത്. എന്താ കാര്യം? ഒന്നിന് വായിച്ചത് 10:40-41 വായിച്ച്. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ്? പ്രത്യക്ഷനാവുകയല്ല, പിന്നെന്താണ്? പ്രത്യക്ഷൻ ആക്കുകയാണ്. ഈ പ്രത്യക്ഷീകരണമെല്ലാം ആക്കുകയാണ് ചെയ്യണത്. ഇപ്പം കൃപാസനാൾത്താരെ ജീവനോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷ ആയതല്ല ശരിക്കും പറഞ്ഞ്. പിന്നെന്താണ്? ദേവപിതാവ് ആക്കിയതാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടത് ഈ വിഷയത്തിൽ പിതാവ് പ്രൈമറി ഇൻട്രസ്റ്റ് ആരുടേതാണ്? പിതാവായ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റാണ്. കാര്യം അമ്മയെ പ്രത്യക്ഷയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും പറയണം, എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആക്കണമെന്ന് പറയണം. മനസ്സിലായില്ലേ? അത് ഞാൻ എക്സാമിന് കയറാൻ നേരത്തും എക്സാം എഴുതിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്കും ഏതെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകാതെ വരുമ്പോഴും ഒക്കെ ഞാൻ ഈ പ്രാർത്ഥന, ഈ ഒരു വചനം, അത് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോഴൊക്കെ ഞാൻ ചൊല്ലുമായിരുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഉയർത്തണേന്ന്. അത് നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഷൈനി ജോസ്. ഞങ്ങൾ കുടുംബമായിട്ട് കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. നാട്ടിലെ അങ്കമാലിക്കടുത്ത് കുറുമശ്ശേരി എന്ന സ്ഥലമാണ് ഞങ്ങളുടെ. ഞാൻ ഇന്നാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വേണ്ടി ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടതും പ്രാർത്ഥിച്ചതും. 2022 ഒക്ടോബർ മാസം 16-ാം തീയതിയോടുകൂടി എനിക്കൊരു വൈറൽ ഫീവർ വന്നു. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സാധാരണ വൈറൽ ഫീവറാണ് എന്ന് കരുതി പനിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും പനി ശാന്തമായെങ്കിലും എനിക്ക് നല്ല ക്ഷീണം അനുഭവപ്പെട്ടു. ഒരു 18-ാം തീയതിയോടുകൂടി എനിക്ക് പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാവുകയും ഞങ്ങൾ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ എത്തുകയും ചെയ്തു. അവിടെ അവർ എല്ലാ റുട്ടീൻ ചെക്കപ്പും ചെയ്ത് ECG, ചെസ്റ്റ് എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. അതിലൊന്നും ഒരു കുഴപ്പവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. IV ഫ്ലൂയിഡ് എല്ലാം ഇട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരെന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു. പക്ഷേ പിറ്റേ ദിവസവും അതേപോലെ തന്നെ അവസ്ഥയുണ്ടായി. പക്ഷേ തലേ ദിവസം എടുത്ത ECGയിൽ എന്തോ ഒരു അപാകത എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു. അത് വെച്ച് ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വിളിച്ച് ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും രോഗമാകാം എന്ന് കരുതി കാർഡിയാക് കാഷ്വാലിറ്റിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ ആദ്യം എൻ്റെ ഹിസ്റ്ററി എല്ലാം എടുത്തപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഇല്ല, ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ല. പക്ഷേ എന്താണെന്ന് അവർക്കും പിടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേ ദിവസത്തെ ECG കാണിച്ചപ്പോൾ അവർ വീണ്ടും ECG റിപ്പീറ്റ് ചെയ്തു. എനിക്ക് ബെഡ് സൈഡ് എക്കോയും ചെയ്തു. ECGയിൽ വേരിയേഷൻസ് കണ്ടു. എക്കോ ചെയ്തപ്പോൾ ഹാർട്ട് മസിൽസ് വീക്കാണെന്ന് കണ്ടു. എൻ്റെ ഹാർട്ടിൻ്റെ EF, ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയും, നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റിയുടെ ഒരു പെർസെൻറ്റേജാണ്. അതൊരു 55 മുതൽ 70% വരെയാണ് ശരിക്കും നോർമലായിട്ടുള്ളൊരു റേഞ്ച്. പക്ഷേ എൻ്റേത് 35%. പക്ഷേ എന്താണ് റീസൺ എന്നറിയില്ല. അവർ പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെ കാത്ത് ലാബിലോട്ട് മാറ്റുന്ന സമയത്തെല്ലാം എൻ്റെ കയ്യിൽ ഞാൻ എടുത്തു പിടിച്ചൊരു ജപമാലയുണ്ടായിരുന്നു. അത് മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാത്ത് ലാബിൽ ചെന്നു. എനിക്ക് ആൻജിയോഗ്രാം ചെയ്തു. പക്ഷേ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അത് നോർമൽ റിപ്പോർട്ടാണ് വന്നത്. കൊറോണറി ആർട്ടറീസ് എല്ലാം ക്ലിയർ ആയിരുന്നു, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു.
എന്നെ CCUയിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഓക്കെ ആൻജിയോഗ്രാം നോർമലാണ്, പിറ്റേന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോകാമെന്നെല്ലാം കരുതി ഞാൻ അവിടെ കഴിഞ്ഞു. പക്ഷേ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും എൻ്റെ സ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരുന്നു. BP എല്ലാം ഒത്തിരി ഡൗൺ ആയി, ഹാർട്ട് റേറ്റ് കൂടി. വീണ്ടും എക്കോ റിപ്പീറ്റ് ചെയ്തപ്പോൾ 35% ഉണ്ടായിരുന്ന EF വെറും 15% കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു സിവിയർ ഹാർട്ട് ഫെയിലിയർ എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒന്നും തന്നെ ചെയ്യുക സാധ്യമല്ല. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ അവിടെ ആയിരുന്നതുകൊണ്ട് തന്നെ അതൊന്നും സാധ്യമാകുമായിരുന്നില്ല. പക്ഷേ ഞാനൊരു നേഴ്സായതുകൊണ്ടും അവരുടെ കൊളീഗ് എന്നുള്ള ഒരു പരിഗണനയെല്ലാം എനിക്ക് തന്നു. ഡോക്ടേഴ്സ് ഡിസ്കഷൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അവരും കുറേ കാര്യങ്ങൾ ആലോചനയിലെല്ലാമായി. പിന്നീട് അവർ തീരുമാനമെടുത്തു എക്മോയിലേക്ക് മാറ്റുക എന്ന്. അവരുടെ തീരുമാനപ്രകാരം എക്മോയിലേക്ക് എന്നെ മാറ്റി. എക്മോയുടെ കൂടെ തന്നെ IABP ഇൻട്രാ